ജൂലി, നീ ഇവിടെ ഇരിക്കാണോ? ജൂലി, നീ എന്താ ഒറ്റയ്ക്ക് ഇരിക്കണേ? നിനക്ക് എന്നെ വിളിച്ചൂടായിരുന്നോ? നമുക്ക് നമ്മളുടെ ലവിനെ കുറിച്ചിട്ട് എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. മനസ്സമാധാനായിട്ട് എഴുതാൻ സമ്മതിക്കില്ല. ആ ബുക്കിംഗ് അതാ ശല്യം. ഓ, അപ്പൊ അവിടെയാണ് മനസ്സമാധാനം. അന്ന് എനിക്കും വേണല്ലോ കുറച്ച്. ജൂലി നിക്ക്, എന്നെ ഇങ്ങനെ നടത്തിക്കല്ലേ. ജൂലി, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? മനസ്സിലാവും. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. വേറൊന്നും എനിക്ക് മനസ്സിലാവില്ല. ജൂലിക്കറിയോ, ദൈവം നമ്മളെ ഓരോരുത്തരെയും ഭൂമിയിലേക്ക് അയക്കുന്നത് ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടാ. പിന്നെ എന്റെ ദൗത്യം ജൂലിയെ പ്രണയിക്കാന്നുള്ളതാണ്. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ജൂലിയുടെ ദൗത്യം എന്നെ പ്രണയിക്കാന്നുള്ളതും. പക്ഷെ ജൂലി അത് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോ ജൂലി ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരിയാവില്ലേ? പറ, ആവില്ലേ? ആവും. അതുകൊണ്ട് അതിന് ഞാൻ സമ്മതിക്കില്ല. അതിനു വേണ്ടിയാ ഞാൻ ഈ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. അതെന്താ ജൂലി മനസ്സിലാക്കാത്തെ? സനുബേ, നീ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു മറുപടി പറയാൻ കഴിയില്ല. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ അങ്ങനെ. അതുകൊണ്ട് പ്ലീസ് എന്നെ വിട്ടേക്ക്. ജൂലി, അങ്ങനെ അങ്ങ് വിട്ടുകളയാനല്ല ഞാൻ നിന്റെ പുറകെ ആടുന്നത്. അതുകൊണ്ട് ചോദിക്കുക, എന്താ നിന്റെ പ്രശ്നം? അടുത്ത മാസം എൻ്റെ പപ്പയുടെയും അമ്മയുടെയും ഡിവോഴ്സാ. അവർ1 വർഷമായിട്ട് പിരിഞ്ഞാ താമസം. പപ്പ, ആ മമ്മി ഇതുവരെയായിട്ടും വന്നില്ലല്ലോ. ഓഫീസിൽ എന്തെങ്കിലും ജോലി തിരക്ക് കാണും മോളെ. മോള് പഠിച്ചു കഴിഞ്ഞോ? ആ, എന്നാ മോള് പോയി കുറച്ചു നേരം ടി വി കണ്ടോണ്ടിരിക്കും. പപ്പ ഇതൊന്നും അയൺ ചെയ്തിട്ട് ഇപ്പൊ വരാം. അപ്പോഴേക്കും മമ്മി എത്തും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഓക്കെ? ശരി. സമയം ഇത്രയായിട്ടും ഇവിടെ എവിടെ പോയി കിടക്കുക? മോളെ, പാവം കിടന്നുറങ്ങിയോ? എന്ത് പണിയാ കാണിച്ചത്? ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മോള്. ഇച്ചായോ, എന്താ ഒരു മൂളിപ്പാട്ടൊക്കെ? നല്ല മൂഡിലാണല്ലോ. നീ എന്താ ഇത്ര വൈകിയത്? അത് ഇച്ചായ നാളെ കൊടുക്കാനുള്ള കുറച്ച് ഫയൽസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ഫയല്. നീ ഒന്നിങ്ങി വന്നേ. മോൾ ഉറങ്ങിയോ? ഇത്രയും നേരം നിന്നെ കാത്തിരുന്നു. പാവം, ഭക്ഷണം പോലും കഴിക്കാതെ പോയി കിടന്നുറങ്ങി. ഞാൻ നോക്കട്ടെ. ഇച്ചായ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ ഇച്ചായനിരിക്കും, ഞാനൊന്ന് വേഗം ഫ്രഷ് ആയിട്ട് വരാം. വേണ്ട വേണ്ട, നീ ഇവിടെ ഇരിക്കേ. സാവകാശം ഫ്രഷ് ആയാൽ മതി. ശരീരം ഇളകാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. എന്റെ സണ്ണിക്കുട്ടനൊന്നിങ്ങി വന്നോട്ടെ, എന്നിട്ട് മതി വേഗത്തിലൊക്കെ. ഇച്ചായന്റെ ഒരു കാര്യം, ഞാൻ പോയി ഫ്രഷ് ആയി വരാം. പുതിയൊരു കുഞ്ഞു സണ്ണി വരുന്നുണ്ടല്ലോ. എന്താ മോളെ, മമ്മി വന്നില്ലേ? ഇല്ല പപ്പ, ഇങ്ങനാണെങ്കിൽ എനിക്കും വേണം ഒരു കീ. എന്നെ കൊണ്ട് വയ്യ എന്നും ഇവിടെ ഇരിക്കാൻ. എന്നാ ഈ കീ മോള് വെച്ചോ. ഇനി പോയി വാതിൽ തുറക്ക്. ശരി. ഇനി മോള് പപ്പയെ തിണ്ണയിലിരുത്തുവോ? നോക്കട്ടെ. തിണ്ണയിലിരിക്കുന്ന സുഖം നിങ്ങളും കൂടി അറിയണമല്ലോ.
നീയാള് കൊള്ളാലടി കാന്താരി. കൊള്ളാല്ലേ? എന്നാ ഇനി പപ്പ തിന്നാൻ വല്ലതും ഉണ്ടാക്ക്. എനിക്ക് വിശന്നിട്ട് പാടില്ല. ഫുഡ് ഉണ്ടാക്കണം ആ, അല്ലേ? ഉണ്ടാക്കണം. ഉണ്ടാക്കി ദേ റെഡി. എന്താവോ എന്തോ. എന്റെ അമ്മേ, ഓ മോളെ, മമ്മിയായിരിക്കും. ആ വാതിലൊന്ന് തുറക്കോ. ഓ ഓക്കേ. മമ്മി എവിടെയായിരുന്നു ഇത്ര നേരം? ആ ഇതാ മോളെ ചോക്ലേറ്റ്. ആ മമ്മി ചോക്ലേറ്റ് ഒന്ന് സോപ്പിടൊന്നും വേണ്ട. മോളു ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ജോലിയല്ലേ മമ്മിയുടേത്. അപ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്താ മോളെ ഒരു കരിഞ്ഞ മണം? മമ്മി ലേറ്റ് ആയപ്പോ പപ്പ കേറിയിട്ടുണ്ട് കിച്ചണില്. മമ്മി ഞാൻ ചെല്ലാൻ നോക്ക്, എന്നാലേ രാത്രി വല്ലതും കഴിക്കാൻ പറ്റൂ. മോൾ ഇന്നലെ പട്ടിണിയാ. അയ്യോടാ, ഒരു 5 മിനിറ്റ് മോള് പോയിരുന്ന് പഠിക്കും. അപ്പോഴേക്കും മമ്മി പോയി റെഡിയാക്കാം. ഇച്ചായോ എത്രണ്ണം കരിഞ്ഞു? 3 ഇച്ചായോ ഇതില് 3 ഒന്നുമല്ലല്ലോ. അവസാനത്തെ 3 ഞാൻ എണ്ണിയുള്ളൂ. ലിസി, ഗ്യാസ് തീർന്നോ? 2 ദിവസമായി. തിരക്ക് കാരണം ബുക്ക് ചെയ്യാനും മറന്നുപോയി. അയ്യോ, നീ ആ ചപ്പാത്തി മറിച്ചിട്ടെ. എന്റെ ലിസി, ഈ പരത്തലും ചുടലും ഭയങ്കര റിസ്ക് ആട്ടാ. എന്നാലേ ഇച്ചായൻ ഇനി റിസ്ക് എടുക്കണ്ട, പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ നോക്കിക്കോളാം. ഓ അത് വേണ്ട, ഞാൻ തന്നെ പരത്താം. ഇതെന്താ ഫെവിക്കോളോ? അല്ലിച്ചായ എന്താ ഈ മുഖത്തൊക്കെ വാരി തെച്ചിരിക്കുന്നേ? മൊത്തം ദാ ഇവിടെ. ഉണ്ടോ? ആ ഷീ, ഈ ഇച്ചായന്റെ ഒരു പോ കാര്യം. അവിടുന്ന്, കൊച്ചി കള്ളി. നീ ഒരു കലക്ക് കലക്ക് എന്റെ കറവേട്ട. വാ ഇവിടെ. പോയി ന്യായം തൊട്ടാണ്. 1 2 3 1 2. ഓ അങ്കിളെ, ഹായ്. നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഇല്ല, അപ്പു പൊക്കോളൂ. ഓക്കെ അങ്കിളെ. ചാവി എവിടെ പോയി? ഹായ് ഹായ് ജൂലി. ചാവി മോൾഡയിലാണല്ലോ. പപ്പ. ആ അതെ, ചാവി എന്റെ കയ്യിലാ. പപ്പ കാത്തിരുന്ന് മുഷിഞ്ഞോ? മോൾക്കല്ലേ തിണ്ണയിലിരിക്കാൻ മടി, പപ്പയ്ക്ക് മടിയില്ലല്ലോ. മുഷിഞ്ഞാലും പപ്പയ്ക്ക് അതല്ലേ പറയാൻ പറ്റൂ. ഇന്ന് ക്ലാസ് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ? കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഇവളിത് എവിടെ? ഇവളുടെ കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? മനുഷ്യനിവിടെ ഉറക്കോ പോയിട്ട് വയ്യ. ഈ ഉറക്കത്തിന് മുകളിലൊന്നും നടക്കൂല്ല. വരുമ്പോ വരട്ടെ, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. കുളി കഴിഞ്ഞെന്നാ തോന്നുന്നത്. ഉറങ്ങാൻ വരട്ടെ. എന്ത് കുളിയാ ലിസി ഇത്? എത്ര നേരം നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ഇച്ചായൻ കിടന്നോ? ഞാൻ പിന്നെ കിടന്നോളാം. അതല്ല, ഇവൾക്കിത് എന്ത് പറ്റി? ശ്ശെ, എന്താ ലിസി, നീ ഇന്ന് വന്നപ്പോഴേ മൂഡ് ഓഫ് ആണല്ലോ. ഓഫീസിൽ വല്ല പ്രശ്നം ഉണ്ടായോ? ഏയ് ഇല്ല ചായ. പിന്നെന്താ നിന്റെ പ്രശ്നം? പറ. ഞാൻ ഇച്ചായനോട് പറഞ്ഞിട്ടില്ലേ കമ്പനിയിലെ പുതിയ മാനേജർ പോസ്റ്റിനെ പറ്റി? അത് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ? അതിനുവേണ്ടിയാണല്ലോ നീ രാവും പോലും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അല്ലേ? പക്ഷേ കമ്പനിയിൽ മറ്റു 2 പേർ കൂടി ചാൻസ് ഇല്ലേ? അതെ ചായ, പക്ഷേ കമ്പനി ഞങ്ങൾക്കൊരു ടാർഗറ്റ് വന്നിട്ടുണ്ട്. അത് 6 മാസത്തിനകം ആരാണോ ആദ്യം അച്ചീവ് ചെയ്യുന്നത് അവർക്കായിരിക്കും ആ പോസ്റ്റ്. അതിനാണോ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണത്? അതിന് 6 മാസത്തെ ടൈം ഇല്ലേ ലിസി? നീ നിന്റെ മാക്സിമം ശ്രമിക്കുക, ഞാൻ സപ്പോർട്ട് ചെയ്യാം, പോരെ? പക്ഷേ അതല്ല ഞാൻ പറയാൻ വന്നത്. പിന്നെ ഈ 6 മാസം എന്റെ പ്രഗ്നൻസി പീരീഡ് ആയിരിക്കും. അതിന് അങ്ങനെ വരുമ്പോ ചായ എനിക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയാതെ വരും. നീ എന്താ പറഞ്ഞു വരുന്നത്? ഇപ്പം നമുക്കൊരു കുഞ്ഞിനെ വേണ്ട ചായ. എന്താ നീ പറഞ്ഞേ? അതെ ചായ. അത് തീരുമാനിക്കേണ്ടത് നീ അല്ല. ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ 1 നിമിഷം മതി. പക്ഷേ അതുപോലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ നമുക്ക് ഈ ഒരു ജന്മം മതിയാകില്ല. അതുകൊണ്ട് നീ ആ മോഹം വെച്ചാണ് നടക്കുന്നതെങ്കിൽ ലിസി അതങ്ങ് മറന്നേക്ക്. പക്ഷേ ചായ, ഞാൻ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തു.
ആരോട് ചോദിച്ചിട്ട്? എന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഇച്ചായൻ ഇതിന് കുഞ്ഞിനെ നശിപ്പിക്കുന്നതല്ലാടി സപ്പോർട്ട് ചെയ്തത്. അപ്പോ അതാണ് നിന്റെ പ്രശ്നം. നിന്റെ പപ്പയും മമ്മിയും ഞാൻ നിനക്ക് ഒന്നിപ്പിച്ചെന്നാ? പലരും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് നീ ഇപ്പം ഈ പറയുന്നത്. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. എന്നാ നീ എണ്ണിയിരുന്നു ഈ ഓണത്തിന്റെ വെക്കേഷൻ? അതായിരിക്കും ഞാൻ നിന്റെ പപ്പയും മമ്മിയും ഒന്നിപ്പിക്കാൻ എടുക്കുന്ന സമയം. ഇനി അഥവാ എനിക്കതിന് സയൻസില്ലെങ്കിൽ ഒരിക്കലും സനൂപ് നിന്റെ പുറകെ നടക്കില്ല.